ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി radix-2 FFT ആണ്. അപ്പം ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി DIF ആണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ DIT ആയിരുന്നു പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് DIF ആണ്. അപ്പോൾ DIF radix-2 FFT. അപ്പം ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി, ഇവിടെ ഡെസിമേഷൻ നടത്തുന്നത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ് ഡെസിമേഷൻ നടത്തുന്നത്. അപ്പം DITക്കകത്ത് നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു, അവിടെ ഡെസിമേഷൻ ഇൻ ടൈം ഡൊമെയിനായിരുന്നു ചെയ്തിരുന്നത്. അപ്പം DIFൻ്റെ അകത്ത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയാണ് ചെയ്യുന്നത്. n പോയിൻ്റ് സീക്വൻസിനെ n/2 പോയിൻ്റ് സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. n/2 പോയിൻ്റ് സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ n/2 പോയിൻ്റ് സീക്വൻസിനെ എഗെയിൻ n/4 പോയിൻ്റ് സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. സിമിലർലി ഈ n/2നെ n/4, ഇവിടെ n/4 പോയിൻ്റ് സീക്വൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ് ടു 2 പോയിൻ്റ് സീക്വൻസസ് എത്തുന്നത് വരെ നമ്മൾ ഈ ഓപ്പറേഷൻസ് നടത്തും. അപ് ടു 2 പോയിൻ്റ് സീക്വൻസ്. അപ്പം ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി radix-2 FFTക്കകത്ത് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് n പോയിൻ്റ് ആണെങ്കിൽ n/2 പോയിൻ്റ് സീക്വൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എഗെയിൻ ഈ n/2 പോയിൻ്റ് സീക്വൻസിനെ n/4 പോയിൻ്റ് സീക്വൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ് ടു 2 പോയിൻ്റ് സീക്വൻസസ് വരെ. അപ്പം നമ്മുടെ x(n) എന്ന് പറയുന്ന ഇൻപുട്ട് സീക്വൻസിന് ഫ്രീക്വൻസി ഡൊമെയിനിൽ x(k) ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ n പോയിൻ്റ് സീക്വൻസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ n/2 എന്ന് പറഞ്ഞു. ആ കിട്ടുന്ന സീക്വൻസിന് g1(k) എന്നും g2(k) എന്നും വിളിക്കാം. g1(k), g2(k). എഗെയിൻ g1(k) നമുക്ക് n/4 പോയിൻ്റ് സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ആ വിളിക്കുന്ന സീക്വൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് d11(k) ആൻഡ് d12(k). എഗെയിൻ g2(k) നമ്മൾ സീക്വൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ d21(k) ആൻഡ് d22(k). ദെൻ g1(k), x(k), g2(k). ഈ x(n) സീക്വൻസിന് x(n) ടൈം ഡൊമെയിൻ സീക്വൻസിന് ഫ്രീക്വൻസി ഡൊമെയിനാണ് x(k). g1(k)യുടെ ടൈം ഡൊമെയിൻ സീക്വൻസാണ് g1(n). g2(k)യുടെ ടൈം ഡൊമെയിനാണ് g2(n). ദെൻ d11(k)യുടെ ടൈം ഡൊമെയിനാണ് d11(n). d12(k)യുടെ ടൈം ഡൊമെയിനാണ് d12(n). d21 ആണെങ്കിൽ d21(n) ആൻഡ് d22ൻ്റെ d22(n). ഇങ്ങനെയാണ് സീക്വൻസസ് ഇരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇതിന് ക്ലാസിഫിക്കേഷൻസ്, ഡെസിമേഷൻസ് നടത്തണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഡെസിമേഷൻ നടത്തുന്നത് നമ്മൾ പറഞ്ഞു x(n) എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് സീക്വൻസ്. അപ്പോൾ നമുക്കതിന് കൺസിഡർ n പോയിൻ്റ് സീക്വൻസ്. നമ്മുടെ n പോയിൻ്റ് സീക്വൻസ് ആണ് x(n). കൺസിഡർ n പോയിൻ്റ് സീക്വൻസ് x(n). അതിൻ്റെ DFT എടുക്കുക. DFT ഓഫ് x(n) നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? x(k) എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് സമ്മേഷൻ n0 to n-1 x(n) Wn nk എന്ന് പറയുന്നത്. അതിന് നമുക്ക് n/2, ഇത് n പോയിൻ്റ് സീക്വൻസ് ആണ്. ഈ n പോയിൻ്റ് സീക്വൻസിനെ n/2 പോയിൻ്റ് സീക്വൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിന് n/2 പോയിൻ്റ് സീക്വൻസ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ സമ്മേഷൻ n0 to n/2 - 1 x(n Wn nk പ്ലസ് സമ്മേഷൻ, ഇവിടെ n/2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? n = n/2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. n/2 to n-1 x(n Wn nk എന്ന് പറഞ്ഞതിനെ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പം റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് = സമ്മേഷൻ n0 to n/2 - 1. ഇതിന് നേരെ നമ്മൾ n പോയിൻ്റിനെ n/2 പോയിൻ്റ് സീക്വൻസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പം ഇതും n/2 - 1 വരെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം x(n Wn nk പ്ലസ് ഈ ടേമിനെ
സമ്മേഷൻ n0 to n/2 - 1 റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് വരുന്ന വാല്യൂസിനെ എക്സ് ഓഫ് n പ്ലസ് n/2 എന്ന് പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് ഇതിനെ DFT നമ്മൾ പീരിയോഡിക് സിഗ്നൽസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 0 to n/2 - 1 നേരെ n സീക്വൻസിന് n/2 സീക്വൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ n/2 സീക്വൻസ് ആക്കി ഡിവൈഡ് ചെയ്തപ്പം ഈ 0 + n/2 എന്ന് പറയുമ്പം 0 + n/2 ഇപ്പോൾ സപ്പോസ് n = 8 ആണെങ്കിൽ 8/2 ഫോർത്ത് വാല്യൂ. അപ്പോൾ ഫോർത്തിലേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞാൽ ഈ ഇതേ പൊസിഷനിലേക്ക് തന്നെ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്തേക്ക് തിരിച്ചെത്തും. ദെൻ WNK ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, എന്നിന് പകരം n + n/2 വെച്ച് റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന് അടുത്ത സ്റ്റെപ്പായിട്ട് ഈക്വൽ ടു സമ്മേഷൻ n0 to n/2 - 1 എക്സ് ഓഫ് NWNNK പ്ലസ് സമ്മേഷൻ n0 to n/2 - 1 എക്സ് ഓഫ് n + n/2. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം WNKN ഇൻറ്റു WNKN/2 എന്ന് പറഞ്ഞു വരും. ഇനി നമുക്ക് നോക്കാം ഈ WNKN/2 എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ ട്വിഡിൽ ഫാക്ടർ W എന്ന് പറഞ്ഞാൽ e⁻j2π ഇൻറ്റു NK/n. ഇവിടെ ഏതാണ് KN/2 ഹോൾ ഡിവൈഡഡ് ബൈ n. അപ്പം ഈ എന്നും ഈ എന്നും ഈ ടൂവും ക്യാൻസൽ ആവും. സോ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്, e⁻j⁻k എന്ന് കിട്ടി. e⁻j⁻ എന്താണ്, cos π - j sin π ഹോൾ k എന്ന് വരും. ഇവിടെ എന്താ cos π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്, ഇവിടെ 0 ആണ്. അപ്പം ഈ വാല്യൂ എന്ത് കിട്ടും, -1/k. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്, ഇതെന്താവും 0 ആണ്. സൈൻ പൈ 0 ആണ്. സോ -1 - 0 = -1/k. അപ്പോൾ നമുക്ക് WNKN/2 എന്ന് പറയുന്ന ടേമിനെ -1/k എന്ന് പറയുന്ന വാല്യൂയിലേക്ക് നമുക്ക് എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് കെനെ നമുക്ക് റീഅറേഞ്ച് ചെയ്താം. എക്സ് ഓഫ് k = സമ്മേഷൻ n0 to n/2 - 1 എക്സ് ഓഫ് n പ്ലസ് ഈ WNKN/2 ആണ്, എക്സ് ഓഫ് n പ്ലസ് -1/k. ഇവിടെ -1 വരുന്നില്ലേ, -1/k. ആ -1/k ഇങ്ങോട്ടേക്ക് എടുത്തു. പിന്നെ അവിടെ വരുന്ന ടേം ഏതാണ്, എക്സ് ഓഫ് n പ്ലസ് n/2. ഇതിന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സമ്മേഷൻ n0 to n/2. ഈ 0 to n/2 - 1 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ രണ്ട് ടേമിലും കോമൺ ആണല്ലോ. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തു. എക്സ് ഓഫ് n പ്ലസ് -1/k എക്സ് ഓഫ് n പ്ലസ് n/2. ഇനി ഈ WNNK എന്ന് പറയുന്ന ടേമും കോമൺ ആണ്. അപ്പം ഇങ്ങനെ കിട്ടും എക്സ് ഓഫ് n എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. അപ്പം എക്സ് ഓഫ് k = സമ്മേഷൻ n0 to n/2 - 1 എക്സ് ഓഫ് n പ്ലസ് -1/k എക്സ് ഓഫ് n പ്ലസ് n/2 ഇൻറ്റു WNKN. ഇതാണ് എക്സ് ഓഫ് എൻ്റെ ജനറൽ ഇക്വേഷൻ. ഇനി നമുക്കിതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, n/2 എക്സ് ഓഫ് കെയുടെ ഇക്വേഷനിൽ നിന്ന് n/2 സീക്വൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ n/2 സീക്വൻസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈവൺ ആൻഡ് ഓഡ് സീക്വൻസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് എക്സ് ഓഫ് കെ ഇൻറ്റു ഈവൺ ആൻഡ് ഓഡ്. ഈവണിന് നമുക്ക് G1 എന്ന് വിളിക്കാം, ആൻഡ് ഓഡിന് നമുക്ക് G2 എന്ന് വിളിക്കാം. അപ്പം എക്സ് ഓഫ് കെനെ G1 G2 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. അപ്പം G1 എന്ന് പറയുന്ന വാല്യൂ G1 = ഈവൺ ആണ്. അപ്പോൾ ഈവൺ എന്ന് പറയുമ്പം കെക്ക് പകരം 2k വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ കെക്ക് പകരം 2k വെച്ച് റീപ്ലേസ് ചെയ്യുമ്പം സമ്മേഷൻ n0 to n/2 - 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഓഫ് n പ്ലസ് -1/kക്ക് പകരം ഈവൺ ആയതുകൊണ്ട് 2k ഇൻറ്റു എക്സ് ഓഫ് n പ്ലസ് n/2 ഇൻറ്റു WN2NK.
കെക്ക് പകരം 2k കൊടുത്തു. ഇനി നമുക്കിതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തൂടെ, ഈക്വൽ ടു സമ്മേഷൻ n0 ടു n/2 മൈനസ് 1 എക്സ് ഓഫ് n പ്ലസ് എക്സ് ഓഫ് n പ്ലസ് n/2. ഈ -1 അപ്പോൾ അവിടെ ഈവൻ ടേം ആണ് പവറായിട്ട് വരുന്നത്. അപ്പോൾ ഈ -1² ആണെങ്കിൽ എന്താവും, അത് പോസിറ്റീവ് വാല്യൂ. സോ ഇവിടെ പോസിറ്റീവ് വാല്യൂ വന്നു. ഇൻറ്റു WN2NK നമുക്ക് എങ്ങനെ എഴുതാം, WN/2NK എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. ഈ വാല്യൂ കെയുടെ വാല്യൂ എവിടെ വരെ വരും, 4k ഈക്വൽ ടു 0 1 എക്സെട്ര അപ് ടു n/2 മൈനസ് 1. n സീക്വൻസിനാണ് നമ്മൾ n/2 സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പം കെയുടെ വാല്യൂ 0 തൊട്ട് n/2 മൈനസ് 1 വരെ വരും. അപ്പം G1 ഓഫ് കെ ഈക്വൽ ടു ഈക്വൽ ടു സമ്മേഷൻ n0 ടു n/2 മൈനസ് 1. ഇത്രയും ടേമിന് എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് എൻ പ്ലസ് n/2ന് നമുക്ക് G1 ഓഫ് n എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. G1 ഓഫ് n WN/2NK എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. G1 ഓഫ് n ഈക്വൽ ടു എന്താ, നമുക്ക് G1 ഓഫ് n എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ കൊടുത്തത് എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് എൻ പ്ലസ് n/2നാണ് G1 ഓഫ് n എന്ന് പറയുന്ന വാല്യൂ കൊടുത്തത്. അപ്പം G1 of k equal to summation n0 to n/2 minus 1 G1 of n WN/2 NK. അപ്പം ഇത്രയും നമ്മൾ ചെയ്തത് G1 of k എന്ന് പറയുന്ന ഈവൺ സെഷൻ മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ്, G2 of k കണ്ടുപിടിക്കണം. അപ്പം G2 of k ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് 2k പ്ലസ് 1 ആണ്. ഓഡ് സീക്വൻസസ് അല്ലേ, എക്സ് ഓഫ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2k പ്ലസ് 1 ഈക്വൽ ടു സമ്മേഷൻ n0 ടു n/2 മൈനസ് 1 എക്സ് ഓഫ് n പ്ലസ് -1 റേസ് ടു, നേരത്തെ നമ്മൾ 2k ആയിരുന്നു കൊടുത്തത്, ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്, 2k പ്ലസ് 1, കാരണം ഓഡ് സീക്വൻസസ് ആണ്. എക്സ് ഓഫ് n പ്ലസ് n/2 ഇൻറ്റു WN 2k പ്ലസ് 1 ഇൻറ്റു n. 2k പ്ലസ് 1 ഇൻറ്റു n. കെക്ക് പകരം 2k പ്ലസ് 1 കൊടുത്തു, കാരണം ഓഡ് സീക്വൻസസ് ആയതുകൊണ്ട്. ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈക്വൽ ടു സമ്മേഷൻ n0 ടു n/2 മൈനസ് 1 എക്സ് ഓഫ് n -1 റേസ് ടു 2k പ്ലസ് 1. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. -1 റേസ് ടു 3 ആണെങ്കിൽ എന്താണ്, ഓഡ് വാല്യൂ അല്ലേ. ഓഡ് വാല്യൂവിൻ്റെ നമ്മൾ -1 റേസ് ടു ഓഡ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, മൈനസ് തന്നെ ആയിരിക്കും. സോ മൈനസ് എക്സ് ഓഫ് n പ്ലസ് n/2 ഇൻറ്റു WN. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തൂടെ, ഈ WN ഇതിനെ നമുക്കൊന്ന് 2k പ്ലസ് 1 നമ്മൾ WN 2kn ഇൻറ്റു WNN ഇങ്ങനെ വരും. നമുക്കിതിനൊന്നങ്ങ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ W2kn ഇൻറ്റു n ദെൻ ഇൻറ്റു WNN എന്ന് കിട്ടും. ഈക്വൽ ടു സമ്മേഷൻ n0 ടു n/2 മൈനസ് 1 എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് n പ്ലസ് n/2 ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, WN/2NK ഇൻറ്റു WNN എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, G2 ഓഫ് k ഈക്വൽ ടു ഇതിനെ നമുക്ക് G2 ഓഫ് n എന്ന് വിളിക്കാം. സമ്മേഷൻ n0 ടു n/2 മൈനസ് 1 G2 ഓഫ് n WN/2NK എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. G2 ഓഫ് n ഈക്വൽ ടു നമ്മളിപ്പം G2 ഓഫ് n എന്ന് പറയുന്നത് ആർക്ക് കൊടുത്ത പേരാണ്, എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് n പ്ലസ് n/2 ഇൻറ്റു WNN എന്ന് പറയുന്ന സീക്വൻസിന് കൊടുത്ത പേരാണ് G2 ഓഫ് n എന്ന് പറയുന്നത്. അപ്പം G1 ഓഫ് k ആൻഡ് G2 ഓഫ് k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്, n/2 പോയിൻറ്റ് സീക്വൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം, G1 ഓഫ് k ആൻഡ് G2 ഓഫ് k ആർ n/2
point sequences. G1 of k and G2 of k are n by 2 point sequences, and it can be, ഇതിനെ നമ്മളിനി ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡെസിമേറ്റഡ് into G1 of കെയും രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്യും, G2 of കെയും രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന എത്ര സീക്വൻസ് ഉണ്ടാവും? n/4 പോയിൻറ്റ് സീക്വൻസ്. അപ്പോൾ ഡിവൈഡഡ് ഇൻറ്റു 2 n/4 പോയിൻറ്റ് സീക്വൻസസ്. നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ആസ് എഗെയിൻ ഈവൺ ആൻഡ് ഓഡ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ G1 of k and G2 of k are n/2 point sequences, and it can be decimated into 2 n/4 point sequences as even and odd. ഇനി നമുക്കതിനെ ഓരോന്നിനെയും G1 of kനെയും G2 of kനെയും സീക്വൻസസ് ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പം G1 of kനെയും G2 of kനെയും സീക്വൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ x of kനെ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത് എഴുതിയില്ലേ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? G1 of kനെയും അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് G1 of kനെ ഈക്വലി ഡിവൈഡ് ചെയ്ത് അറേഞ്ച് ചെയ്യാം. G1 of k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് സമ്മേഷൻ n0 to n/2 minus 1 G1 of n Wn/2 nk ആണ്. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതാം? ഈക്വൽ ടു സമ്മേഷൻ n/2 മൈനസ് 1നെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പം n/2 സീക്വൻസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ വരും? n0 to n/4 മൈനസ് 1 G1 of n Wn/2 nk പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു n/4 തൊട്ടിട്ട് എവിടം വരെ ഉണ്ടാവും? n/4 തൊട്ടിട്ട് നമുക്കത് എവിടം വരെ ഉണ്ടാവുക? n/2 മൈനസ് 1 G1 of n Wn/2 nk അല്ലേ വരുന്നത്. നമുക്കിനി ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിനെ നമുക്ക് ഇതേ രീതിക്ക് ഇതേ ഫസ്റ്റ് ടേം പോലെ സെക്കൻഡ് ടേമിനെയും കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? സമ്മേഷൻ n0 to n/4 മൈനസ് 1 G1 of n Wn/2 nk പ്ലസ് സമ്മേഷൻ ഇതേ ഫോമാറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പം n0 to n/4 മൈനസ് 1 G1 of n പ്ലസ് n/4 n+n/4 അല്ലേ വരുന്നത്. അപ്പോൾ n+n/4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? G1 of n ആയിരിക്കും. കാരണം ഇതിനെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 0 + 2 ആണ് വരിക. 0 + 2 കിട്ടും. ഓക്കെ, ദെൻ Wn/2 kക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഇതേപോലെ n-ന് പകരം n+n/4 കൊടുക്കാം. ഇവിടെ നമ്മൾ n-ന് പകരം n+n/4 അല്ലേ കൊടുത്തത്. നമുക്കിതിനൊന്ന് ചെയ്ത് നോക്കണം. ഇവിടെ Wn/2 kn എന്നുള്ളത് നമുക്ക് മാറ്റമൊന്നും വരുത്തണ്ട, പക്ഷെ കൂടെ ഒരു ടേമും കൂടെ വരുന്നുണ്ട്. Wn/2 kn/4 എന്ന് പറയുന്ന ടേം. ഇത് നമുക്കിന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. e⁻j2π kn/4 ഇൻറ്റു n/2 എന്ന് വരും. ഈ n-ഉം ക്യാൻസലാവും. ദെൻ 2 2 4 ഡിവൈഡ് ബൈ 4 ക്യാൻസലായി. സോ നമുക്കിവിടെ വാല്യൂ എന്താ കിട്ടുക? e⁻j⁻ k എന്ന് വരും. അപ്പം e⁻j⁻ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. നമുക്കവിടെ കിട്ടിയ വാല്യൂ -1/k ആണ്. ഇനി നമുക്കിത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. G1 of kയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ G1 of kയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ n0 to n/4 മൈനസ് 1 G1 of n Wn/2 nk പ്ലസ് സമ്മേഷൻ n0 to n/4 മൈനസ് 1 Wn/2 nk ഇൻറ്റു ഒരു ടേം ഏതാ വരുന്നത്? -1/k. നമുക്കതിനെ അറേഞ്ച് ചെയ്യുമ്പം ഇവിടെ ഏതൊക്കെ ടേമാണ് കോമൺ ആയിട്ട് വരുന്നത്? Wn/2 nk കോമൺ ആണ്. സമ്മേഷൻ n0 to n/4 മൈനസ് 1 കോമൺ ആണ്. സോ അതിന് രണ്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാം. സമ്മേഷൻ n0 to n/4 മൈനസ് 1
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് g1 ഓഫ് n പ്ലസ് മൈനസ് 1 റേസ് ടു k g1 ഓഫ് n ഇവിടെ ഒരു ടേം സ്കിപ്പായി പോയിട്ടുണ്ട് g1 ഓഫ് n പ്ലസ് n ബൈ 4 g1 ഓഫ് n പ്ലസ് n ബൈ 4 ഇൻറ്റു wn ബൈ 2 nk. അപ്പം നമുക്ക് g1 ഓഫ് കെയുടെ ജനറൽ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? g1 ഓഫ് കെനെ ഈവണും ഓടും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഈവൺ ഓടാക്കിയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പം ഈവൺ ഓടാക്കി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് g1 ഓഫ് കെന് നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു? d11 ഓഫ് കെയും d12 ഓഫ് കെയും. അപ്പോൾ ഈവൺ സീക്വൻസിനെ നമുക്ക് d11 ഓഫ് കെ എന്ന് വിളിക്കാം. അപ്പോൾ d11 ഓഫ് കെ ഈക്വൽ ടു g1 ഓഫ് 2k ആണ്. അപ്പോൾ g1 ഓഫ് 2k ഈക്വൽ ടു സമ്മേഷൻ n0 ടു n ബൈ 4 മൈനസ് 1 g1 ഓഫ് n plus minus 1 raised to 2k g1 of n plus n by 4 wn by 2 ഇവിടെ എന്ത് വരും? 2nk വരും. ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. സമ്മേഷൻ n0 ടു n ബൈ 4 മൈനസ് 1 g1 ഓഫ് n, ഇവിടെ മൈനസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 1 ആയിരിക്കും, പ്ലസ് g1 ഓഫ് n പ്ലസ് n ബൈ 4 ഇൻറ്റു wn ബൈ 2 2nk നമുക്കിങ്ങനെ വിളിക്കാം, n ബൈ 4 nk എന്ന് വിളിക്കാം, ഈക്വൽ ടു സമ്മേഷൻ n0 ടു n by 4 minus 1 g1 of n plus g1 of n plus n by 4 നമുക്ക് d11 of n എന്ന് വിളിക്കാം. d11 of n wn by 4 nk. കെയുടെ വാല്യൂ ആണ് 4k ഈക്വൽ ടു 0 1 എക്സെട്ര അപ് ടു എവിടെ വരെ നമ്മുടെ സീക്വൻസ് വരുന്നത്? n ബൈ 4ലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ n ബൈ 4 മൈനസ് 1. അപ്പം d11 ഓഫ് n ഈക്വൽ ടു g1 ഓഫ് n, ഇതിനല്ലേ നമ്മൾ d11 ഓഫ് n എന്ന് കൊടുത്തു. അപ്പോൾ g1 ഓഫ് n പ്ലസ് g1 ഓഫ് n പ്ലസ് n ബൈ 4നെയാണ് d11 ഓഫ് n എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഏതൊക്കെ കാണണം? d12 ഓഫ് കെ. d12 ഓഫ് കെ നമുക്ക് എങ്ങനെ എഴുതാം? d12 ഓഫ് കെ, d12 ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ g1 ഓഫ് 2k ആണ് കൊടുത്തത്, ഓഡ് സീക്വൻസ് ആണ്. അപ്പം g1 ഓഫ് 2k പ്ലസ് 1 ഈക്വൽ ടു സമ്മേഷൻ n0 ടു n ബൈ 4 മൈനസ് 1 g1 ഓഫ് n പ്ലസ് മൈനസ് 1 റേസ് ടു കെക്ക് പകരം എന്ത് വരണം? 2k പ്ലസ് 1 ഇൻറ്റു g1 ഓഫ് n പ്ലസ് n ബൈ 4 ഇൻറ്റു wn ബൈ 2, ഇവിടെ ഏതാ വരിക? 2k പ്ലസ് 1 ഇൻറ്റു n വരും, 2k പ്ലസ് 1 ഇൻറ്റു n ഈക്വൽ ടു സമ്മേഷൻ n0 ടു n by 4 minus 1 g1 of n minus 1 raised to 2k plus minus 1 raised to odd term ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? മൈനസ് g1 of n plus n by 4 ഇൻറ്റു ഈ ടേമിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതി കൂടെ? ആ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? wn by 4nk ഇൻറ്റു wn by 2n. ഇത്രയും ടേംസ് ആണ് അവിടെ വരിക. ഇതിൽ ഇത്രയും ടേംസിന് നമുക്ക് എന്ത് കൊടുക്കാം? d12 ഓഫ് n എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈക്വൽ ടു സമ്മേഷൻ n0 ടു n ബൈ 4 മൈനസ് 1 d12 ഓഫ് n wn ബൈ 4nk. ഇതിൽ നമ്മൾ d12 ഓഫ് n എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു? d12 ഓഫ് n ഈക്വൽ ടു g1 ഓഫ് n മൈനസ് g1 ഓഫ് n പ്ലസ് n ബൈ 4 ഇൻറ്റു wn ബൈ 2n. ഇത്രയും ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? d12 ഓഫ് n എന്ന് വിളിക്കുന്നത്.
ഇനി ഇതേപോലെ നമുക്ക് D11 ഓഫ് കെയും D12 ഓഫ് കെയും കണ്ടുപിടിച്ച പോലെ D21 ഓഫ് കെയും D22 ഓഫ് കെയും കണ്ടുപിടിക്കണം നോക്കാം. അപ്പം D21 ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സീക്വൻസിൻ്റെയാണ്? G2ൻ്റെ E1 സീക്വൻസ് ആണ്. G2 ഓഫ് 2k ഈക്വൽ ടു summation n0 to n/4 minus 1 G2 of n plus G2 of n plus n/4. നമുക്കിനി കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നേരത്തെ ചെയ്തതിൻ്റെ അതേ ജനറൽ ടേമാണ് അത്. ഇങ്ങ് എടുത്താൽ മതി അതുപോലെ. ഈക്വൽ ടു summation n0 to n/4 minus 1. ഇത്രയും ടേംസിനെ നമുക്ക് എന്ത് വിളിക്കാം? D21 ഓഫ് n എന്ന് വിളിക്കാം. Wn/4 nk. Then ഇതിൽ where D21 of n equal to where D21 of n equal to G2 of n plus G2 of n plus n/4 ആണ് വരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തത് D21 ഓഫ് n. D21 of n equal to G2 of n plus G2 of n plus n/4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? D22 ഓഫ് കെ ഇതുപോലെ കണ്ടുപിടിക്കണം. അപ്പം D22 ഓഫ് കെ ഈക്വൽ ടു G2 ഓഫ് 2k plus 1 ആണ് D22 ഓഫ് കെ ഈക്വൽ ടു summation n0 to n/4 minus 1 G2 of n minus G2 of n plus n/4 into Wn/4 nk into Wn/2 n ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു summation n0 to n/4 minus 1 D22 of n Wn/4 nk, where D22 of n equal to G2 of n minus G2 of n plus n/4 into Wn/2 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ എവിടം വരെ ചെയ്യണം? അപ് ടു 2 പോയിൻറ്റ് സീക്വൻസസ്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് radix-2 ആണ്. സോ നമുക്ക് എഴുതാം ദ ഡെസിമേഷൻ ഓഫ് ദ ഫ്രീക്വൻസി ഡൊമെയിൻ സീക്വൻസ്. ദ ഡെസിമേഷൻ of the frequency domain sequence. The decimation of the frequency domain sequence can be continued until the resulting sequence are reduced to 2 point sequences. അപ് ടു 2 point sequences എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡെസിമേഷൻസ് നടത്തണം. ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസിന് ഡെസിമേഷൻ നടത്തുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി radix-2 FFT ഡെറിവേഷനകത്ത് പറയാനുള്ളത്.